യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് അഞ്ജന വിജയൻ. ഞാൻ താമസിക്കുന്നത് പാലായിലുള്ള കൊല്ലപ്പള്ളിയുടെ അടുത്തുള്ള കൊടുമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന താബോർ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞാൻ തപസ് ധ്യാനം കൂടി ആരാധന മധ്യേ കുത്തറസി സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, അലർജി രോഗമുള്ളവരെ ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. ഞാൻ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ കഴിഞ്ഞ ഒരിട വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് നോൺ വെജ് കഴിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമായിരുന്നു. കാരണം നോൺ വെജ്, ബീഫ്, പോർക്ക് അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുകയും എനിക്ക് ശ്വാസം മുട്ടൽ പോലെ വരികയും ആകെ ശരീരം തളർന്നു പോവുകയും ചെയ്യും. ഞാൻ പലവട്ടം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പം ഇത് കേട്ടപ്പം ആദ്യം എനിക്ക് തോന്നിയില്ല, ഞാനാന്ന് തോന്നിയില്ല. പക്ഷേ എങ്കിൽ എന്തോ എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടി, ഇത് എന്നോടാണ് പറയുന്നതെന്ന് തോന്നി. ഞാൻ അതിന് ശേഷം തപസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് ഭക്ഷണം കഴിച്ചു. എനിക്ക് ഈ പറഞ്ഞ അലർജി പിന്നീട് വന്നിട്ടില്ല. ഞാനിപ്പം നല്ല അളവിൽ തന്നെ നോൺ വെജ് കഴിക്കാറുണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ വേറൊരു തപസ് ധ്യാനത്തിന് തന്നെ മാസം എനിക്ക് കൃത്യം ഓർക്കുന്നില്ല, എനിക്ക് വചനം വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനൊക്കെ ഭയങ്കര കൊതിയാണ്. പക്ഷേങ്കിൽ എനിക്ക് വായിക്കാനൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ചുമ്മാ നമ്മൾ ഹിസ്റ്ററിയുടെ ഒക്കെ നോട്ട്ബുക്ക് വായിക്കത്തില്ല, ടെക്സ്റ്റ് വായിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു രീതിയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ കൊച്ചുറേസ്യ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട്, സിസ്റ്റർ എനിക്ക് വചനം പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എടി ഞാനല്ല പഠിപ്പിക്കേണ്ട, അങ്ങേര് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് അന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് താനും. അപ്പം ഈശോ എനിക്കൊരു വചനം പഠിക്കാനുള്ള കൃപ തന്നു. ഇപ്പം ധ്യാനങ്ങളിലാട്ടെ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ പറഞ്ഞ് എനിക്ക് ആരെടുക്കുന്നേക്കാളും പെട്ടെന്ന് എനിക്ക് ആ കൊട്ടേഷൻ എടുക്കാനാണെങ്കിലും ഒച്ചയിൽ വായിക്കാനാണെങ്കിലും പെട്ടെന്ന് വചനം ഗ്രഹിക്കാനാണെങ്കിലും ഒരു കൃപ ദൈവം തന്നു. ഈ കൃപയെ ഓർത്തിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് ഒരുപാട് പീഡ അമ്മ അനുഭവിക്കുന്ന, അതും ഇതുപോലെ ഈ തപസ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിന് നല്ലപോലെ ശമനം വന്നിട്ടുണ്ട്. പൂർണ്ണമായും മാറിയിട്ടില്ല. പക്ഷേ ഡെലിവറൻസിൻ്റെ സമയത്ത് ഞാൻ എഴുതി കൊടുത്ത് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടിയപ്പം അമ്മയ്ക്ക് ക്രമാതീതമായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈശോ തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് താബോറിലൂടെയും താബോർ അമ്മയിലൂടെയും ഈശോ നമുക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദിയും സ്തുതി ആരാധനയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ.